ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊരു എക്സാമിനും ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കണ്ടന്റ് ആണ് ദിനങ്ങളും പ്രമേയങ്ങളും, ഡേയ്സ് ആൻഡ് തീംസ്. കുറെ ആൾക്കാർ കമന്റ് ബോക്സിലൂടെ ഒക്കെ സാർ ഇനി അടുത്ത് ഡേയ്സ് ആൻഡ് തീംസ് വേണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എക്സാമിനോട് എടുക്കുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന കണ്ടന്റുകളിൽ ഒന്നാണ് നിയമനങ്ങൾ. നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഡേയ്സ് ആൻഡ് തീംസ്, റാങ്കിങ് പോലുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കണ്ടന്റ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേയ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്ന കണ്ടന്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് ദ സി എ അനലിസ്റ്റ് തന്നെയാണ്. ജോയിൻ ആകാത്തവർ ജോയിൻ ചെയ്യുക. കാരണം ഇതിന്റെ നോട്ട്സും അതുപോലെ തന്നെ പോൾ ക്വസ്റ്റ്യനും എക്സാംസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ആ പറയുന്ന ടെലഗ്രാം ചാനലായിരിക്കും. അതുകൊണ്ട് ജോയിൻ ആകാത്തവർ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടെ എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യ കണ്ടന്റിലോട്ട് നമുക്ക് പോവാം. ഡേയ്സ് ആൻഡ് തീംസ് അഥവാ ദിനങ്ങളും പ്രമേയങ്ങളിലെ ആദ്യ ഫാക്ടിലേക്ക് നമുക്ക് പോവാണ്. ദേശീയ യുവജന ദിനം അഥവാ നാഷണൽ യൂത്ത് ഡേ. നമുക്കറിയാം, ജനുവരി മാസം 12-ാം തീയതിയാണ് നമ്മൾ ദേശീയ യുവജന ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത് അല്ലേ. ജനുവരി മാസം 12-ാം തീയതിയാണ് നമ്മൾ ദേശീയ യുവജന ദിനമായിട്ട് എന്ത് ചെയ്യുക, ആചരിക്കുക. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 കൊല്ലത്തെ മതി കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 കൊല്ലത്തെ മതിയാവും. അപ്പൊ 2026 അതുപോലെ തന്നെ 2025 നമ്മൾ പഠിക്കണം. 2026 ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇഗ്നൈറ്റ് ദ സെൽഫ് അല്ലേ. ഇഗ്നൈറ്റ് ദ സെൽഫ്, ഇമ്പാക്ട് ദ വേൾഡ് എന്നാണ്. സ്വയം ജ്വലിപ്പിക്കുക. ഇഗ്നൈറ്റ് യുവർ സെൽഫ്, ഇഗ്നൈറ്റ് ദ സെൽഫ്, സ്വയം ജ്വലിപ്പിക്കുക. ഇമ്പാക്ട് ദ വേൾഡ്, അങ്ങനെ സ്വയം ജ്വലിപ്പിച്ചതിലൂടെ ലോകത്തെ എന്ത് ചെയ്യുക, സ്വാധീനിക്കുക എന്നാണ്. ഇനി എന്തുകൊണ്ടാണ് ജനുവരി മാസം 12-ാം തീയതി നമ്മൾ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശ്രീ വിവേകാനന്ദന്റെ, സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി മാസം 12 അല്ലേ. അപ്പൊ വിവേകാനന്ദന്റെ ജന്മദിനമായതുകൊണ്ടാണ് നമ്മൾ ജനുവരി മാസം 12-ാം തീയതി ദേശീയ യുവജന ദിനം അഥവാ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ 2026 പ്രമേയം ഇഗ്നൈറ്റ് ദ സെൽഫ്, ഇമ്പാക്ട് ദ വേൾഡ് എന്നാണ്. സ്വയം ജ്വലിപ്പിക്കുക, ലോകത്തെ സ്വാധീനിക്കുക എന്നാണ്. ഇനി 2025 പ്രമേയം എന്ത്? 2025 പ്രമേയം എന്ന് പറയുന്നത് യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റീസൈലൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. സുസ്ഥിര ഭാവി, അതാണ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. സുസ്ഥിരമായ ഒരു ഭാവിക്ക് വേണ്ടി യുവത്വം. അപ്പൊ സുസ്ഥിര ഭാവിക്കായി യുവത്വം, പ്രതിരോധശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ. ഒന്നുകൂടെ പറയട്ടെ, ഈ ദിനങ്ങളും പ്രമേയങ്ങളും പറയുമ്പോൾ നിങ്ങൾ കഴിവതും എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് തന്നെ നോക്കാനാണ് ശ്രമിക്കുക. കാരണം നമ്മൾ എടുക്കുന്നതെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേഷനാണ്. കേരള PSC അറിയാലോ, ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ വക്താക്കളാണ്. കേരള PSC എടുക്കുന്ന പക്ക ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആയിരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ കറക്റ്റ് ഉദ്ദേശിക്കുന്ന മീനിങ്, ഷോർട്ടായിട്ടല്ലേ, അതിൻ്റെ കറക്റ്റ് മീനിങ് ചിലപ്പോൾ മലയാളത്തിൽ കിട്ടണമെന്നില്ല. അത് ആദ്യമേ തന്നെ പറയട്ടെ. അപ്പോൾ പക്ക ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്, വേറൊന്നും കൊണ്ടല്ല. അതങ്ങനെ കേരള PSC എന്ത് ചെയ്യത്തുള്ളൂ, ചോദിക്കത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ പ്രധാനമായും അവിടെ ഒന്ന് ഫോക്കസ് ചെയ്യണം. നമുക്ക് കിട്ടും, ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഉറപ്പായിട്ട് നമുക്ക് അടിക്കാനായിട്ട് പറ്റും. പക്ഷേ കറക്റ്റ് മീനിങ് മലയാളീകരിച്ച മീനിങ് കറക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് ആദ്യമേ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, പറയുകയാണ്. അപ്പോൾ യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, സുസ്ഥിരമായ ഒരു ഭാവിക്ക് വേണ്ടി യുവത്വം വേണം. ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റീസൈലൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, പ്രതിരോധശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ. ഇനി 2024 പ്രമേയം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. മൈ ഭാരത് വികസിത ഭാരത് അറ്റ് 2047. എൻ്റെ ഭാരതം വികസിത ഭാരതമായി മാറും. എപ്പോ? 2047 എൻ്റെ ഭാരതം ഒരു വികസിത രാജ്യമായി മാറും. നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് 2047 ആകുമ്പോൾ നമുക്ക് 100 വർഷം, ഇന്ത്യ സ്വതന്ത്രയായി 100 വർഷം പിന്നിടും അല്ലേ. അന്ന് ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറും, ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയി മാറുമെന്നുള്ളത് നമ്മുടെ അഭിലാഷമാണ്, രാജ്യത്തിന്റെ അഭിലാഷമാണ്. അതാണ് വികസിത ഭാരത് അറ്റ് 2047 എന്നാണ്. ആരിലൂടെ? ബൈ ദ യൂത്ത്, യുവാക്കളിലൂടെ. അപ്പോൾ മൈ ഭാരത് വികസിത ഭാരത്, എൻ്റെ ഭാരതം ഒരു വികസിത ഭാരതമായി മാറും. എപ്പോ? 2047.
ആരിലൂടെ? ബൈ ദ യൂത്ത്, യുവാക്കളിലൂടെ. ഫോർ ദ യൂത്ത്, യുവാക്കൾക്ക് വേണ്ടി. യുവാക്കളിലൂടെ, യുവാക്കൾക്ക് വേണ്ടി എന്നൊക്കെയാണ് അവിടെ മീനിങ് വരിക. ഓക്കെ, അപ്പൊ 2026 പ്രമേയം ഇഗ്നൈറ്റ് ദ സെൽഫ്, ഇമ്പാക്ട് ദ വേൾഡ്. 2025 പ്രമേയം യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റീസൈലൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. അങ്ങനെയെങ്കിൽ ദേശീയ ടൂറിസം ദിനം, നാഷണൽ ടൂറിസം ഡേ. ദേശീയ ടൂറിസം ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജനുവരി മാസം 25 തീയതിയാണ്. നമ്മൾ ദേശീയ ടൂറിസം ദിനമായിട്ട് ആചരിക്കുക, അഥവാ നാഷണൽ ടൂറിസം ഡേ ആയിട്ട് ആചരിക്കുക. 2026 ദേശീയ ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അത് റൂറൽ ആൻഡ് കമ്മ്യൂണിറ്റി സെൻട്രിക് ടൂറിസം എന്നാണ്. അപ്പോൾ റൂറൽ ആൻഡ് കമ്മ്യൂണിറ്റി സെൻട്രിക് ടൂറിസം എന്നാണ്. റൂറൽ ആൻഡ് കമ്മ്യൂണിറ്റി സെൻട്രിക് ടൂറിസം എന്നാണ് 2026 പ്രമേയം. ഗ്രാമീണ സാമൂഹിക കേന്ദ്രീകൃത മീൻസ് കമ്മ്യൂണിറ്റി സെൻട്രിക് ടൂറിസം. അപ്പൊ റൂറൽ ആൻഡ് കമ്മ്യൂണിറ്റി സെൻട്രിക് ടൂറിസം എന്നാണ് 2026 ദേശീയ ടൂറിസം ദിനത്തിന്റെ പ്രമേയം. അങ്ങനെയെങ്കിൽ 2025 പ്രമേയം എന്ത്? 2025 ദേശീയ ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം. ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, സമ്പൂർണ്ണ വളർച്ചയ്ക്ക്. ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലെ, സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം എന്നാണ് 2025 പ്രമേയം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം. ലോക ടൂറിസം ദിനം, വേൾഡ് ടൂറിസം ഡേ. ശ്രദ്ധിക്കണേടാ, ലോക ടൂറിസം ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ മാസം 27 സെപ്റ്റംബർ മാസം 27 തീയതിയാണ് നമ്മൾ ലോക ടൂറിസം ദിനമായിട്ട് ആചരിക്കുക. 2026 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഡിജിറ്റൽ അജണ്ട ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു റീഡിസൈൻ ടൂറിസം. എവിടെ നോക്കിയാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലെ, AI കളിയാണ്. അപ്പൊ ഇവിടെയും അത് വരികയാണ്, ഡിജിറ്റൽ അജണ്ട ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു റീഡിസൈൻ ടൂറിസം. അപ്പൊ ടൂറിസത്തെ റീഡിസൈൻ ചെയ്യാൻ, അപ്പൊ ടൂറിസത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടി ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എന്നാണ് 2026 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം. അങ്ങനെയെങ്കിൽ 2025 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്ത് എന്നാണ് ചോദ്യം. ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ 2025 പ്രമേയം ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ടൂറിസവും സുസ്ഥിരമായ പരിവർത്തനവും. അപ്പൊ 2025 പ്രമേയം ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ, ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്നാണ്. ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ, ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്നാണ് 2025 പ്രമേയം. ഇനി 2024 പ്രമേയം ചോദിക്കാൻ ചാൻസ് കുറവാണ്, ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, എളുപ്പമാണ്. ടൂറിസം ആൻഡ് പീസ്, വിനോദസഞ്ചാരവും സമാധാനവും. അപ്പൊ 2024 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ടൂറിസം ആൻഡ് പീസ് അഥവാ വിനോദസഞ്ചാരവും സമാധാനവും എന്നാണ്. 2024 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ 3 സെഗ്മെന്റ് പറഞ്ഞു. അടുത്തതിലോട്ട് പോവാം. നാഷണൽ ഓട്ടേഴ്സ് ഡേ അല്ലേ, നാഷണൽ ഓട്ടേഴ്സ് ഡേ അഥവാ ദേശീയ സമ്മതിദായക ദിനം. അപ്പൊ നാഷണൽ ഓട്ടേഴ്സ് ഡേ അഥവാ ദേശീയ സമ്മതിദായക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജനുവരി മാസം 25. അപ്പൊ ജനുവരി മാസം 25 തീയതിയാണ് നമ്മൾ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുക. അപ്പൊ നാഷണൽ ഓട്ടേഴ്സ് ഡേ അഥവാ ദേശീയ സമ്മതിദായക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജനുവരി മാസം 25 തീയതിയാണ്. 2026 ദേശീയ സമ്മതിദായക ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അത് മൈ ഇന്ത്യ മൈ വോട്ട്, എൻ്റെ ഇന്ത്യ എൻ്റെ വോട്ട്, മൈ ഇന്ത്യ മൈ വോട്ട് എന്നാണ് 2026 നാഷണൽ ഓട്ടേഴ്സ് ഡേ അഥവാ ദേശീയ സമ്മതിദായക ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 2025 24 23 പ്രമേയം ഒന്ന് തന്നെയാണ്. അപ്പോൾ 2025
2024-ലെയും 2023-ലെയും പ്രമേയം സെയിം ആണ്. എന്താണ്? നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. എടാ, വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നാണ് 2025-ലെയും 2024-ലെയും 2023-ലെയും പ്രമേയം. വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. അപ്പോൾ ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ 2026-ലെ പ്രമേയം മൈ ഇന്ത്യ മൈ വോട്ട്. 2025-ലെയും 2024-ലെയും 2023-ലെയും പ്രമേയം വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നാണ്. അടുത്തതിലോട്ട് പോവാം. ലോക തണ്ണീർത്തട ദിനം, വേൾഡ് വെറ്റ്ലാൻഡ് ഡേ. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ അഥവാ ലോക തണ്ണീർത്തട ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്. അപ്പൊ ലോക തണ്ണീർത്തട ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് നമ്മൾ ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുക. 2026-ലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നാണ്. അപ്പോൾ ചില ബുദ്ധിമാന്മാർ എന്ത് ചെയ്യുന്ന അറിയാവോ? ഫസ്റ്റ് പാർട്ട് മാത്രം പഠിച്ചുകൊണ്ട് പോകും. അങ്ങനെ ചെയ്യരുത്. അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദ്യകർത്താവ് എന്താ ചോദിച്ചെന്നറിയാവോ? ഒരു സൈഡിൽ ഒരു പരീക്ഷ 2 പ്രിലിംസിന്, ഫസ്റ്റ് പ്രിലിംസിന് ആദ്യത്തെ പാർട്ടും രണ്ടാമത്തെ പ്രിലിംസിന് രണ്ടാമത്തെ പാർട്ടും പഠിച്ചുകൊണ്ട് പോയി. അപ്പൊ 2 പാർട്ടും പഠിക്കാത്തവന്മാരെല്ലാം പണി കിട്ടി. അതുകൊണ്ട് ഓർക്കുക, ഇവിടെ 2026-ലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആൻഡ് ട്രഡീഷണൽ നോളജ്, തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും. ഇനി മറ്റെന്താ? സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്, സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ എന്നാണ്. കൾച്ചറൽ ഹെറിറ്റേജ് അഥവാ സാംസ്കാരിക പൈതൃകം എന്ത് ചെയ്യുക? സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക എന്നാണ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, പൈതൃകമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് 2026-ലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2025-ലെ പ്രമേയം എന്ത്? 2025-ലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. അപ്പോൾ പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ, നമ്മുടെ പൊതുഭാവിക്ക് വേണ്ടി തണ്ണീർത്തടങ്ങൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക എന്നാണ്. അപ്പോൾ 2025-ലെ പ്രമേയം പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ, നമ്മുടെ പൊതുഭാവിക്ക് വേണ്ടി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നാണ്. ഇനി 2024-ലെ പ്രമേയം വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നാണ്. ഓക്കെ, തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമം. അപ്പോൾ 2026-ലെ പ്രമേയത്തിലാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? കൾച്ചറൽ ഹെറിറ്റേജ് അഥവാ പൈതൃകത്തെ പറ്റിയൊക്കെ പറയുന്നത്. 2025-ല് നമ്മുടെ ഭാവിക്ക് വേണ്ടി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിനെ പറ്റി പറയുന്നു. 2024-ലാണെങ്കിലോ 2024-ല് തണ്ണീർത്തടങ്ങളും മനുഷ്യന്റെ ക്ഷേമത്തെ പറ്റി പറയുന്നു. ഇനി തണ്ണീർത്തടങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് റാംസാർ സൈറ്റുകൾ. ഈ റാംസാർ സൈറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? റാംസാർ സൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ ഏപ്രിൽ മാസം 22-ാം തീയതി വന്ന കണക്ക് പ്രകാരം, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്, ഏപ്രിൽ മാസം 22-ാം തീയതി വന്ന കണക്ക് പ്രകാരം നിലവിൽ ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 99 ആണ്. 98 ആയിരുന്നു, ഒന്നുകൂടി ഇപ്പൊ 99. അത് ആസ് പെർ ഏപ്രിൽ മാസത്തെ കണക്ക് പ്രകാരം ഈ പറയുന്ന റാംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 99 ആണ്. 99 ആണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അപ്പൊ തണ്ണീർത്തടങ്ങൾ നമ്മൾ സെറ്റാക്കി. അടുത്തതിലോട്ട് പോകുന്നു. ലോക ക്യാൻസർ ദിനം, വേൾഡ് ക്യാൻസർ ഡേ. നമുക്കറിയാം ഫെബ്രുവരി മാസം 4-ാം തീയതി അല്ലേ? ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് നമ്മൾ ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുക. 2025 മുതൽ 27 വരെ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ഒന്നാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് പഠിക്കുക. യുണൈറ്റഡ് ബൈ യുണീക്ക്, അതുല്യമായതുകൊണ്ട് ഏകീകരിക്കുക. ഇത് അതിന്റെ മലയാളീകരിച്ച രൂപമൊന്നുമല്ല, പക്ക ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുക. യുണൈറ്റഡ് ബൈ യുണീക്ക്. അപ്പൊ 2025 മുതൽ 2025, 2026, 2027 ഈ 3 വർഷങ്ങളിലും പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. അഥവാ അതുല്യമായതുകൊണ്ട് ഏകീകരിക്കുക എന്നാണ്. ഇനി 2024-ലെ
പ്രമേയം 2024 പ്രമേയം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അത് 2024 2022 മുതൽ 24 വരെയുള്ള പ്രമേയം ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നാണ്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. ഇനി 2024 വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് സ്ലോഗൻ, ഒരു മുദ്രാവാക്യം തയ്യാറാക്കി. ആ 2024 മുദ്രാവാക്യമാണ് ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ, അല്ലേ? അപ്പൊ ശ്രദ്ധിക്കണേ, 2025 മുതൽ 27 വരെ ഒരു പ്രമേയം, അതാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. എന്നാൽ 2022 മുതൽ 24 വരെ മറ്റൊരു പ്രമേയം, അതാണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. ഇനി 2024 വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് മുദ്രാവാക്യം കൊണ്ടുവരുന്നു, അതാണ് ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. നമ്മൾ ഒരുമിച്ച് അധികാരത്തിലിരിക്കുന്നവരെന്ത് ചെയ്യും? ചലഞ്ച് ചെയ്യും. സംഭവം വേറൊന്നുമല്ല, ഈ ക്യാൻസർ ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്താൻ നിയോഗിക്കപ്പെട്ട ആൾക്കാരുണ്ട്. അവരവരുടെ പണി വൃത്തിക്ക് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അവരെ എന്ത് ചെയ്യും? ഈ പറയുന്ന കണക്ക് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ചലഞ്ച് ചെയ്യും എന്നാണ് അതിൻ്റെ മുദ്രാവാക്യം. ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ എന്നാണ്. അപ്പൊ ക്യാൻസർ ദിനം പറഞ്ഞു. പ്രമേയം 2025 മുതൽ 27 വരെ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. അടുത്ത പോയിന്റ്, ഇന്റർനാഷണൽ വിമൻസ് ഡേ. നമുക്കറിയാം മാർച്ച് മാസം 8-ാം തീയതിയാണ്, അല്ലേ? മാർച്ച് മാസം 8-ാം തീയതിയാണ് നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുക. അപ്പം മാർച്ച് മാസം 8-ാം തീയതിയാണ് നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുക. 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, 2 പ്രമേയങ്ങൾ കളിക്കുന്നുണ്ടേ. രണ്ടും ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ അന്താരാഷ്ട്ര വിമൻസിന്റെ, ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തേക്കുന്നത് ഗീവ് ഇറ്റ് ടു ഗെയിൻ എന്നാണ്. ഗീവ് ഇറ്റ് ടു ഗെയിൻ. ഓക്കെ, അതിൽ 2 പ്രമേയം എന്നാ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇത് 2 പഠിച്ചു വെച്ചേക്കുക. കേരള PSC ഏതാ എടുക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ സെർച്ച് ചെയ്താലും ഇത് 2 കിട്ടും. അപ്പൊ ഗീവ് ഇറ്റ് ടു ഗെയിൻ എന്ന് പറയുന്നത് മുദ്രാവാക്യമാണെന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. പക്ഷേ 2 പഠിക്കുക. പക്ഷെ മുദ്രാവാക്യമാണെന്ന് എവിടെയും പറയുന്നില്ല, തീം എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 2 പഠിക്കുക. ഏതാ ചോദിക്കുന്നത് പറയാൻ, കേരള PSCയുടെ ചോദ്യകർത്താവ് ഏതാണ്, സെർച്ച് ചെയ്യുമ്പോൾ ഏതാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 പഠിക്കുക. ഓപ്ഷനിൽ 2 എന്തായാലും കാണത്തില്ല, 1 കാണത്തുള്ളൂ. നോക്കാം. റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വിമൺ ആൻഡ് ഗേൾസ്, അല്ലെങ്കിൽ പറയാം ഗീവ് ഇറ്റ് ടു ഗെയിൻ എന്ന് പറയാം. ഗീവ് ഇറ്റ് ടു ഗെയിൻ എന്ന് പറയാം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള അവകാശം, നീതി, നടപടി. അപ്പൊ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്താണ് അവകാശം? എന്താണ്? റൈറ്റ്, ജസ്റ്റിസ്, നീതി, ദെൻ ആക്ഷൻ, നടപടി. എല്ലാ വനിതകൾക്കും പെൺകുട്ടികൾക്കും റൈറ്റ്, ജസ്റ്റിസ്, ദെൻ ആക്ഷൻ. അവകാശം, നീതി, നടപടി. ഓക്കെ, അപ്പൊ 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയമാണ് റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വിമൺ ആൻഡ് ഗേൾസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗീവ് ഇറ്റ് ടു ഗെയിൻ, അല്ലേ? ഗീവ് ഇറ്റ് ടു ഗെയിൻ എന്ന് പഠിക്കാം. ഗീവ് ഇറ്റ് ടു ഗെയിൻ എന്ന് പഠിക്കാം. ഇനി 2025 പ്രമേയം എന്ത് എന്നറിയണം. 2025 പ്രമേയം ഫോർ ഓൾ വിമൺ ആൻഡ് ഗേൾസ്, റൈറ്റ്, ഇക്വാളിറ്റി, എംപവർമെന്റ്. എല്ലാ വനിതകൾക്കും പെൺകുട്ടികൾക്കും അവകാശം, തുല്യത, ദെൻ ശാക്തീകരണം. അപ്പൊ ഫോർ ഓൾ വിമൺ ആൻഡ് ഗേൾസ്, എല്ലാ വനിതകൾക്കും പെൺകുട്ടികൾക്കും റൈറ്റ്സ്, ഇക്വാളിറ്റി, എംപവർമെന്റ്. അവകാശം, തുല്യത, ദെൻ ശാക്തീകരണം. ഇതിനടുത്തത് 2025 വേണ്ടി മാത്രം ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നിട്ടുണ്ട്, സ്ലോഗൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ആക്സലറേറ്റ് ആക്ഷൻ. ആക്സലറേറ്റ് ആക്ഷൻ അഥവാ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക. എന്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ത്വരിതപ്പെടുത്തേണ്ടത്? ലിംഗസമത്വം അഥവാ ജെൻഡർ ഇക്വാലിറ്റി. ലിംഗസമത്വം അഥവാ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രമേയമാണ് അല്ലെങ്കിൽ ആ പ്രവർത്തനമാണ് എന്ത് ചെയ്യേണ്ടത്? ത്വരിതപ്പെടുത്തേണ്ടത്. ക്ലിയർ ആണ്? അടുത്തതിലോട്ട് പോവാം. ലോക ക്ഷയരോഗ ദിനം. നമുക്കറിയാം വേൾഡ് ട്യൂബർകുലോസിസ് ഡേ. വേൾഡ് ട്യൂബർകുലോസിസ് ഡേ, ലോക ക്ഷയരോഗ ദിനം. നമുക്കറിയാം മാർച്ച് മാസം 24-ാം തീയതിയാണ് നമ്മൾ ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുക. 2026 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻഡ് TB. യെസ് വി ക്യാൻ എൻഡ് TB, ലെഡ് ബൈ കൺട്രീസ്, പവേർഡ് ബൈ പീപ്പിൾ. അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും. യെസ് വി ക്യാൻ എൻഡ് TB. എങ്ങനെ? രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ, ജനങ്ങളുടെ ശക്തിയോടെ. രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ, ജനങ്ങളുടെ ശക്തിയോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്യൂബർകുലോസിസിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അവസാനിപ്പിക്കാനായിട്ട് കഴിയും. TBയെ അവസാനിപ്പിക്കാനായിട്ട് കഴിയുമെന്നാണ് 2026 പ്രമേയം. ഇനി 2025 പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB. നമുക്ക് TBയെ പ്രതിരോധിക്കാൻ കഴിയും. എങ്ങനെ?
കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. അതെ, നമുക്ക് TB അഥവാ ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും. കമ്മിറ്റ് പ്രതിജ്ഞാബദ്ധത, ഇൻവെസ്റ്റ് നിക്ഷേപം, ദെൻ ഡെലിവർ വിതരണം. നിങ്ങൾ ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യുക. യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്മിറ്റ്, ഇൻവെസ്റ്റ്. മറ്റത് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ജനങ്ങളുടെ ശക്തിയോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ക്ഷയരോഗത്തെ നിർത്തലാക്കാൻ സാധിക്കും അഥവാ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ലോക ആരോഗ്യ ദിനം. നമുക്കറിയാം ഏപ്രിൽ മാസം 7-ാം തീയതി അല്ലേ? ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് നമ്മൾ ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. 2026 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്. അപ്പൊ ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നാണ്. അപ്പൊ 2026 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ്? ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നാണ്. ആരോഗ്യത്തിനായി ഒന്നിക്കൂ, ശാസ്ത്രത്തോടൊപ്പം അണിനിരക്കൂ. അപ്പൊ ആരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക? ഒന്നിക്കുക, ശാസ്ത്രത്തോടൊപ്പം സയൻസിനോടൊപ്പം എന്ത് ചെയ്യുക? അണിനിരക്കുക എന്നാണ്. അപ്പൊ ടുഗദർ ഫോർ ഹെൽത്ത്, ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നാണ്. അപ്പോൾ ടുഗദർ ഫോർ ഹെൽത്ത്, ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നാണ് 2026 പ്രമേയം. അങ്ങനെയെങ്കിൽ 2025 പ്രമേയം എന്ത്? ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ആരോഗ്യകരമായിട്ടുള്ള തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവിയിലേക്ക്. അപ്പോൾ ആരോഗ്യകരമായ തുടക്കം എന്തിനു വേണ്ടിയിട്ടാ? പ്രതീക്ഷാ നിർഭരമായ ഒരു ഭാവിയിലേക്ക്. അപ്പോൾ 2020 പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ്, ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നാണ്. ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവിയിലേക്ക്. ഇനി 2024 പ്രമേയം ജസ്റ്റ് ഒന്ന് നടന്നു വെച്ചേക്കുക. മൈ ഹെൽത്ത് മൈ റൈറ്റ്. മൈ ഹെൽത്ത് മൈ റൈറ്റ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ്. അടുത്തതിലോട്ട് പോവാം നമുക്ക്. ലോക പുകയില വിരുദ്ധ ദിനം അഥവാ വേൾഡ് നോ ടുബാക്കോ ഡേ. നമുക്കറിയാം മെയ് മാസം 31-ാം തീയതി അല്ലേ? മെയ് മാസം 31-ാം തീയതിയാണ് നമ്മൾ ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് മാസം 31-ാം തീയതിയാണ്. 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺമാസ്കിംഗ് ദ അപ്പീൽ, കൗണ്ടറിങ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ. അപ്പോൾ നിക്കോട്ടിൻ്റെയും അതുപോലെ തന്നെ ടുബാക്കോ പുകയിലയുടെയും അഡിക്ഷനെ എന്ത് ചെയ്യുക? കൗണ്ടർ ചെയ്യുക. അപ്പോൾ അൺമാസ്കിംഗ് ദ അപ്പീൽ, അൺമാസ്കിംഗ് ദ അപ്പീൽ, കൗണ്ടറിങ്. എന്തിനെ കൗണ്ടർ ചെയ്യാണ്? കൗണ്ടറിങ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ. നിക്കോട്ടിൻ്റെയും അതുപോലെ തന്നെ പുകയില ടുബാക്കോയുടെയും അഡിക്ഷനെ എന്ത് ചെയ്യുക? കൗണ്ടർ ചെയ്യുക എന്നാണ് പറയുക. ഇനി 2025 പ്രമേയം ബ്രൈറ്റ് പ്രോഡക്ട്സ്, ഡാർക്ക് ഇൻറ്റൻഷൻസ്, അൺമാസ്കിംഗ് ദ അപ്പീൽ. ഇവിടെയും അൺമാസ്കിംഗ് ദ അപ്പീൽ ഉണ്ട്. അപ്പോൾ ബ്രൈറ്റ് പ്രോഡക്ട്സ് നിങ്ങൾ കണ്ടിട്ട് TV-യിൽ കണ്ടിട്ടുണ്ടാവും. നല്ല വെളുത്ത വസ്തു പോലെ ഇരിക്കും അല്ലേ? ഈ പുകയിലയും അത് ഈ പറയുന്ന കണക്ക് നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ MDMA പോലുള്ള സാധനങ്ങൾ നല്ല വെളുത്തായിരിക്കും. എന്ത് ചെയ്യുക? ഈ പറയുന്ന കണക്ക് നമ്മൾ ഹോമിയോ മരുന്ന് കഴിച്ചവർക്കറിയാം. ഹോമിയോ മരുന്ന് ഇരിക്കുക നമുക്ക് പൊടിച്ചു വെക്കൂലേ? അതേ കണക്കായിരിക്കും എന്ത് ചെയ്യുക? ഇതിരിക്കുക. ശരിയല്ലേ? അപ്പോൾ ആ സാധനം വളരെ ബ്രൈറ്റ് പ്രോഡക്റ്റ് ആണ്, വളരെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. പക്ഷെ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഡാർക്കാണ്, ഡാർക്ക് ഇൻറ്റൻഷൻ ആണ്. ഉദ്ദേശം ഡാർക്കാണ്. അൺമാസ്കിംഗ് ദി അപ്പീൽ. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഇവിടെ 2026 പ്രമേയം അൺമാസ്കിംഗ് ദ അപ്പീൽ, കൗണ്ടറിങ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ. നിക്കോട്ടിൻ്റെയും ടുബാക്കോയുടെ അഡിക്ഷൻ എന്ത് ചെയ്യുക? കൗണ്ടർ ചെയ്യുക. അൺമാസ്കിംഗ് ദ അപ്പീൽ. ഇവിടെ എന്താ? ബ്രൈറ്റ് പ്രോഡക്ട്സ്, നല്ല വെളുത്ത ബ്രൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷെ ഉദ്ദേശം ഡാർക്കാണ്, ഡാർക്ക് ഇൻറ്റൻഷൻ, അൺമാസ്കിംഗ് ദി അപ്പീൽ എന്നാണ്. ഇനി 2024 പ്രമേയം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ്. പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. പുകയില വ്യവസായ ഇടപെടലിൽ നിന്നും കുട്ടികളെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക എന്നാണ് 2024 പ്രമേയം. 2024 പ്രമേയം എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വച്ചേക്കുക. അടുത്തതിലോട്ട് പോവാം. ലോക പരിസ്ഥിതി ദിനം. നമുക്കറിയാം ജൂൺ മാസം 5-ാം തീയതി അല്ലേ?
ജൂൺ മാസം 5-ാം തീയതിയാണ് നമ്മൾ ലോക പരിസ്ഥിതി ദിനം അഥവാ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് ആചരിക്കുക. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി. അപ്പോൾ ഇൻസ്പയർഡ് ബൈ നേച്ചർ, പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, ഫോർ ക്ലൈമറ്റ് കാലാവസ്ഥയ്ക്ക് വേണ്ടി, ഫോർ അവർ ഫ്യൂച്ചർ നമ്മുടെ ഭാവിക്ക് വേണ്ടി. അതാണ് 2026 വരാനിരിക്കുന്ന 2 മാസം കഴിഞ്ഞ് വരാനിരിക്കുന്ന പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. അതിന്റെ വേദിയും ഡിക്ലെയർ ചെയ്തിരിക്കുന്നു അസർബൈജാനിലെ ബാക്കു. അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കു ആണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം വേദി എന്ന് പറയുന്നത്. ഇനി 2025 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണം എന്ത് ചെയ്യുക, തടയിടുക. അപ്പൊ 2025 പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. അതിന്റെ വേദി എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? ജെജു ആണ്, സൗത്ത് കൊറിയ, ദക്ഷിണ കൊറിയയിലെ ജെജു ആണ് വേദി. അപ്പോൾ 2025 പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. പ്ലാസ്റ്റിക് മലിനീകരണം തടയുക. അതിന്റെ വേദി സൗത്ത് കൊറിയയിലെ, ദക്ഷിണ കൊറിയയിലെ ജെജു ആണ്. അടുത്ത പോയിന്റ് 2024 പ്രമേയം എന്ത് എന്നാണ് ചോദ്യം. 2024 പ്രമേയം നോക്കണേ, അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, ലാൻഡ് റീസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റീസൈലൻസ്. നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, ഭൂമി പുനഃസ്ഥാപിക്കാൻ, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. ഇതാണ് കഴിഞ്ഞ 2 പ്രിലിംസിന്, 10th പ്രിലിംസ് ആണ് എൻ്റെ ഓർമ്മ. ഒരു പ്രിലിംസിന് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്ന് കൊടുത്തു, അടുത്ത പ്രിലിംസിന് അത് കൊടുക്കാണ്ട് മറ്റേത് കൊടുത്തു, ലാൻഡ് റീസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ, ഡ്രോട്ട് അത് കൊടുത്തു. അപ്പൊ രണ്ടും പഠിച്ചു വെച്ചേക്കുക. അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, ഭൂമി പുനഃസ്ഥാപിക്കാൻ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. മരുഭൂവൽക്കരണത്തെയും വരൾച്ചയും എന്ത് ചെയ്യുക? പ്രതിരോധിക്കുക. മരുഭൂവൽക്കരണത്തെയും വരൾച്ചയും എന്ത് ചെയ്യുക? പ്രതിരോധിക്കുക എന്നാണ്. അതിന്റെ വേദി സൗദി അറേബ്യയാണ്. കഴിഞ്ഞ LDC ട്രിവാൻഡ്രത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി കഴിഞ്ഞ LDC ട്രിവാൻഡ്രത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സൗദി അറേബ്യയാണ് വേദി. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. അന്താരാഷ്ട്ര യോഗ ഡേ, ഇന്റർനാഷണൽ യോഗ ഡേ. നമുക്കറിയാം ജൂൺ മാസം 21 അല്ലേ? ജൂൺ മാസം 21 നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ജൂൺ മാസം 21 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് യോഗ ഫോർ വെൽനസ്, വിസ്ഡം ആൻഡ് വേൾഡ് പീസ്. ആരോഗ്യത്തിനും ജ്ഞാനത്തിനും ലോക സമാധാനത്തിനും വേണ്ടി യോഗ. അപ്പൊ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജൂൺ മാസം 21 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് യോഗ ഫോർ വെൽനസ്, വിസ്ഡം ആൻഡ് വേൾഡ് പീസ് എന്നാണ്. യോഗ ഫോർ വെൽനസ്, വിസ്ഡം ആൻഡ് വേൾഡ് പീസ്. ലോക സമാധാനത്തിനും അതുപോലെ തന്നെ ജ്ഞാനത്തിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും എന്താണ്? യോഗ എന്നാണ്. ഇനി അതിന്റെ വേദി അത് യോഗാ ദിനത്തോട് അടുക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രഖ്യാപിക്കത്തുള്ളൂ. നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി 2025 പ്രമേയം എന്ന് പറയുന്നത് യോഗ ഫോർ 1 എർത്ത് 1 ഹെൽത്ത്. ഒരൊറ്റ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഒരൊറ്റ ഭൂമിക്കും വേണ്ടി യോഗ. അപ്പൊ യോഗ ഫോർ 1 എർത്ത് 1 ഹെൽത്ത്. അപ്പൊ ഒരൊറ്റ ഭൂമിക്ക് വേണ്ടിയും ഒരൊറ്റ ആരോഗ്യത്തിന് വേണ്ടിയും എന്താണ്? യോഗ എന്നാണ് 2025 പ്രമേയം. അതിന്റെ വേദി എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? അത് വിശാഖപട്ടണമാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണമാണ് ഈ പറയുന്ന നമ്മുടെ യോഗാ ദിനത്തിന്റെ 2025 യോഗാ ദിനത്തിന്റെ വേദി. അങ്ങനെയെങ്കിൽ 2024 യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രമേയം പറയുന്നുണ്ട്. 2 ഓർത്ത് വെച്ചേക്കുക. ഒന്ന് യോഗ ഫോർ വിമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിന് യോഗ. യോഗ ഫോർ വിമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിന് യോഗ. മറ്റത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, അവനവനും സമൂഹത്തിനും വേണ്ടിയാണ് യോഗ. അവനവനും സമൂഹത്തിനും വേണ്ടിയാണ് യോഗ എന്നാണ് രണ്ടാമത്തെ. അപ്പോൾ യോഗ ഫോർ വിമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിന് യോഗ. അല്ലെങ്കിൽ പറയാം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, അവനവനും സമൂഹത്തിനും വേണ്ടിയാണ് യോഗ. അതിന്റെ വേദി എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? അത് ശ്രീനഗറാണ്. എൻ്റെ വേദി
അതിൻ്റെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് ശ്രീനഗറാണ്. അത് ശ്രീനഗറാണെന്ന കാര്യം ഓർക്കുക. അടുത്തിലോട്ട് വരുന്നു ലോക മണ്ണ് ദിനം. നമുക്കറിയാം ഡിസംബർ മാസം 5-ാം തീയതി അല്ലേ? ഡിസംബർ മാസം 5-ാം തീയതിയാണ് നമ്മൾ ലോക മണ്ണ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുക. 2025 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് എന്നാണ്. അപ്പൊ 2025 പ്രമേയം ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്, ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്നാണ് എൻ്റെ തീം. അപ്പോൾ ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്, അപ്പോൾ ആരോഗ്യമുള്ള നഗരത്തിന് വേണ്ടി ആരോഗ്യമുള്ള മണ്ണ് എന്നാണ്. ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് വേണമെന്നാണ് ലോക മണ്ണ് ദിനത്തിന്റെ 2025 പ്രമേയം. ഇനി 2024 പ്രമേയം എന്ന് പറയുന്നത് കെയറിംഗ് ഫോർ സോയിൽ, മെഷർ, മോണിറ്റർ, മാനേജ്. മണ്ണ് പരിപാലിക്കൽ, അളക്കുക, നിരീക്ഷിക്കുക, കൈകാര്യം ചെയ്യുക. അപ്പൊ 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം PQ ആണ്. കെയറിംഗ് ഫോർ സോയിൽ, മെഷർ, മോണിറ്റർ, മാനേജ്. മണ്ണ് പരിപാലിക്കൽ, അളക്കുക, നിരീക്ഷിക്കുക, അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുക എന്നാണ്. ഓക്കെയാണ്. ദെൻ ദ ലാസ്റ്റ് സ്ലൈഡ് ഓഫ് ദ സെഷൻ, മനുഷ്യാവകാശ ദിനം അഥവാ ഹ്യൂമൻ റൈറ്റ്സ് ഡേ. നമുക്കറിയാം ഡിസംബർ മാസം 10-ാം തീയതിയാണ് നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് എന്ത് ചെയ്യുക? ആചരിക്കുക. 2025 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്, മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യകതകൾ എന്നാണ്. അപ്പോൾ ഡിസംബർ 10 നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുക. 2025 പ്രമേയം ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്, മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യകതകൾ എന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ആവശ്യകതകളിൽ മനുഷ്യാവകാശത്തിന്റെ പ്രസക്തി എന്നാണ് 2025 പ്രമേയം. 2024 പ്രമേയം അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ, നമ്മുടെ അവകാശം നമ്മുടെ ഭാവി നിലവിൽ, നൗ റൈറ്റ് നൗ എന്നാണ്. നമ്മുടെ അവകാശം നമ്മുടെ ഭാവി നിലവിൽ എന്നാണ് 2024 പ്രമേയം. ഇനി 2023 പ്രമേയം എന്ന് പറയുന്നത് ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ, എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവർക്കും തുല്യത അല്ലെങ്കിൽ സമത്വം, നീതി എല്ലാവർക്കും. അപ്പോൾ തുല്യത, നീതി, സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്നാണ് 2023 പ്രമേയം. ചോദിക്കാൻ ചാൻസ് 25ഉം 24 ഉള്ളൂ. അപ്പോൾ 2020 പ്രമേയം ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ് എന്നാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 14 എണ്ണം കേട്ടോ, ഒരു 14 ഡേയ്സ് ആൻഡ് തീംസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഒരുപാടുണ്ട് ഡേയ്സ് ആൻഡ് തീംസ്, നമ്മൾ അതിലേക്കൊന്നും പോയിട്ടില്ല. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 14 ഡേയ്സ് ആൻഡ് തീംസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു സെഗ്മെന്റുമായിട്ട് കണ്ടുമുട്ടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.